ഹായ് എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ഇതൊരു നൈറ്റ് ക്രീം പോലെയും യൂസ് ചെയ്യാം, ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് പാക്കായിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുണ്ട്, അപ്പോൾ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കരമായിട്ട് ഓയിൽ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി സ്കിന്നൊന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതായത് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നൈറ്റ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്രീം യൂസ് ചെയ്യണ മാതിരി തന്നെ നിങ്ങൾക്ക് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് കഴുകിക്കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കണേറ്റും ഒരു അരമണിക്കൂർ മുന്നെങ്ങാനും ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കണേറ്റ് മുന്നേ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം, പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെക്കാം. പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. റൂം ടെമ്പറേച്ചറിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമ്മളതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്നത്, ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ക്രീമാണോ ഉള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഫേസ് പാക്കായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ഹോൾ ഡേ ഫുള്ള് നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ആ ഒരു മാറ്റ് ലുക്ക് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക്, ഈ ഒരു ഒരൊറ്റ ഫേസ് പാക്ക് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി അധികം സംസാരിച്ച് സമയം കഴിയുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. മെയിനായിട്ട് വേണ്ടത് നമുക്ക് അലോവേര ജെല്ലാണ്. മോഹ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രീമാണ്. ഈ ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെപി നമ്പറിൻ്റെ ഫെയർനെസ് ക്രീമാണ്, ടെർമറിക് ഫെയർനെസ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലിക്വിഡൈസ് പൗഡർ, ഇരട്ടി മധുരം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അലോവേര ജെല്ല് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കണം. നമുക്ക് സ്കിൻ നറിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ലതാണ്. ഈ ഒരു കെപി നമ്പൂതിരീസിൻ്റെ ഇവിടെ ഇരിക്കണ കാരണം കൊണ്ടാട്ടോ, വേറെ ഒറ്റ ക്രീമും എൻ്റെ കയ്യിലില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ക്രീം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ടാണ് ഞാനിത് ക്രീം എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇരട്ടി മധുരമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിതൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീം പരുവം തന്നെയായി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ക്രീമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന്. നൈറ്റ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാം, പാക്കായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്കിന്ന് കാണുന്നുണ്ടോ, നന്നായിട്ട് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഫേസ് വാഷ് ചെയ്ത് സാധാരണ കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ എൻ്റെ എക്സ്ട്രാ ഓയിലി സ്കിന്നായിരിക്കും, നല്ല ഓയിലി സ്കിന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഓയിൽനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ക്രീം ബേസിസ് തന്നെയാണ്. കാരണം അലോവേര ജെല്ലായാലും ആ ഒരു ക്രീം ആയാലും നമ്മൾ ക്രീം ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ ഞാനത് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഇരട്ടി മധുരമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ക്രീം കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ പാക്കായിട്ട് ഇടുന്ന കാരണം കൊണ്ട് തന്നെ നല്ല കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് അങ്ങ് കട്ടിയിൽ അങ്ങ് ഇടണ്ട. സാധാരണ ക്രീം എങ്ങനെയാണോ നമ്മൾ തേക്കുക അതേപോലെ തേച്ച് നന്നായിട്ട് സ്കിന്നിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇന്നത്തെ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് ചോദിക്കും. ഇന്നത്തെ ലിപ്സ്റ്റിക്കാണ് ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളർ ഷെയ്ഡ് 11 കോഫി കമൻറ്റ്. അതാണ് ഇന്നിട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക്. 67 രൂപ കണ്ടുള്ളൂ. 75 രൂപയിട്ടും താഴെ കണ്ടാണ് എപ്പോഴും നല്ല ഓഫറിൽ ആമസോണിൽ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഒറ്റ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് സൂപ്പറായിട്ടൊരു ഓറഞ്ച്, ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഡസ്കി സൈഡിലുള്ളവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ലോങ് ആവും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കുന്നത്, മീൻസ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഫേസ് പാക്ക് ആയിട്ട് ഇടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്കിടാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കാം. ഡെയിലി ഇടണമെന്നൊന്നുമില്ല, പക്ഷേ ഡെയിലി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറേ പേരെൻ്റെ അടുത്ത് ഡെയിലി ഇടാൻ പറ്റുന്ന പാക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ ഈ ഒരു ഇത് ഫേസ് പാക്കായിട്ട് ഫേസ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കൂടുതലും ഫേസ് പാക്കായിട്ടാണ് ഇടുന്നത്. കാരണം ഞാൻ ഡെയിലി ബേസിസിൽ അങ്ങനെ ഇടാറില്ല. കാരണം രാത്രി ഞാൻ കിടക്കുമ്പോഴത്തേനും അങ്ങനത്തെ എന്താ പറയുക ഇതുപോലത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ
അപ്ലൈ ചെയ്തിട്ട് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഉണങ്ങില്ല, കാരണം ഒട്ടിപ്പിടിച്ച് അലോവേര ആയ കാരണം കൊണ്ടും പിന്നെ ഇതിൽ ചേർത്തുള്ള ക്രീം ആയ കാരണം കൊണ്ടും ഇത് ഉണങ്ങില്ല. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഓയിൽ എത്രമാത്രം നന്നായി കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിൻ എത്രമാത്രം മാറ്റ് ആവുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ ഇങ്ങനെ ഒരു പിരുത്ത പോലെ ഇങ്ങനെ വരണം കണ്ടോ. ഇങ്ങനെ വരുന്ന കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഒരു നൈസ് വലിച്ചിലൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോയി കഴുകിയിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ നല്ലൊരു വെളിച്ചം വന്നില്ലേ മുഖത്ത്. കണ്ണിൻ്റെ ഈ ഭാഗത്തൊന്നും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. അപ്പോൾ ആ ഭാഗത്ത് നല്ല ഓയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ഡേ ഞാൻ കാണിച്ചു തരാം. ഫുൾ ഡേ എന്തായാലും കാണുമല്ലോ, എന്നെ കാണുമല്ലോ. അപ്പോൾ അറിയാൻ പറ്റും ഫുൾ ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അതോ ഈ കളർ ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ എന്നാണ് ആ ഒരു വ്ളോഗ് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സുഖമാണ് നമുക്ക്. ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരു കുറേ നേരം ലാസ്റ്റ് ചെയ്യണ ഒരു ഒരു പാക്ക് എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേ. അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി യൂസ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് നിങ്ങൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളൊരു നൈറ്റ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ക്രീം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.